ഗൗതം, ഈ സൈന്യവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരും പറയുന്നത് പിന്നിൽ ആസൂത്രണമുണ്ട്, അത് പാകിസ്ഥാൻ്റേതാണ്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കണ്ടേ? കൃഷ്ണരാജ്, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നത് ശരിക്കും ലഷ്കർ ഇ തോയ്ബയുടെയും അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീനുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. നമുക്കറിയാം 1989 മുതൽ 91 വരെയുള്ള ഏതാണ്ട് 3 വർഷക്കാലം ജമ്മു കാശ്മീരിൽ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹിസ്ബുൾ മുജാഹിദീനാണ്. ആ ഹിസ്ബുൾ മുജാഹിദീനിൽ നിന്നും വേർപിരിഞ്ഞ് അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയിലെ ഒരു വിഭാഗവും വേർതിരിഞ്ഞ് രൂപപ്പെട്ട സംഘടനയാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഭീകര സംഘടന. ഇവർ പ്രധാനമായും ഈ ഭീകരാക്രമണം നടത്തുന്നത് ഹിന്ദുക്കൾ, അതോടൊപ്പം തന്നെ സിഖ് മത വിശ്വാസികൾ തുടങ്ങിയവർക്കെതിരെയാണ്. അതായത് അമുസ്ലിങ്ങളായ ആളുകൾക്കെതിരെ തുടർച്ചയായി കശ്മീർ താഴ്വരയിൽ ഭീകരാക്രമണം നടത്തുന്ന ഒരു സ്വഭാവമാണ് ഈ സംഘടനയ്ക്ക് ഉള്ളത്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. 2019 ഈ സംഘടന രൂപീകൃതമായത് മുതൽ തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നതാണ് ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ BJPയുടെ മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ ചേരുകയാണ്. അടുത്ത കാലത്തൊക്കെ കശ്മീർ പൊതുവെ ശാന്തമായിരുന്നു, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷമൊക്കെ. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. കശ്മീരിൽ ഏതാണ്ട് 27ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബാംഗങ്ങളെ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം കശ്മീരിൽ നിരപരാധികളുടെ ചോര വീഴ്ത്തിക്കൊണ്ട് കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും അവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഉടൻ തന്നെ കശ്മീരിലെത്തുകയും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും ഭീകരവാദികൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൽ ഭീകരവാദത്തോട് സീറോ ടോളറൻസ് എന്നുള്ള സമീപനം എടുത്തിട്ടുള്ള സർക്കാരാണ്. അങ്ങനൊരു സർക്കാരിൻ്റെ കീഴിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഭീകരവാദികൾ ഏത് മതത്തിൽപ്പെടുന്നവരാണെന്ന് അന്വേഷിച്ച് അവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. സാമുദായികമായിട്ടുള്ള സ്പർദ്ധയുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള തിരിച്ചടിയും ശക്തമായിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. പൊതുവെ ശാന്തമായിരുന്നൊരു സാഹചര്യമായിരുന്നു കശ്മീരിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു പുതിയ സർക്കാർ അവിടെ അധികാരത്തിലേറിയതിന് ശേഷം ഇത്തരം അക്രമ സംഭവങ്ങൾ ഘട്ടം ഘട്ടമായി ഉയർന്നു വരുന്നു എന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അല്ല, ഈ ഘട്ടത്തിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവിടെ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അവലോകന യോഗവും തുടർ നടപടികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നത്, കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലുള്ള നടപടികളും സഹായവും നൽകിക്കൊണ്ട് കശ്മീരിനെ വീണ്ടും ഒരു ചോരക്കളമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആര് നടത്തിയാലും അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. അത് പൂർണ്ണമായിട്ടും കർശനമായിട്ടുള്ള നടപടികളിലൂടെ തന്നെ അതിനെ ഇല്ലാതാക്കും എന്നുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഇതിന് ഇരകളായിരുന്നവർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ പറയുന്നത് ഈ ഭീകരർ എത്തിയതിന് ശേഷം
ഇവരുടെ മതം ചോദിക്കുകയും മുസ്ലിങ്ങളല്ലാത്തവരാണോ എന്ന് ചോദിച്ചതിന് ശേഷം ഗൺ പോയിന്റിൽ നിർത്തുകയായിരുന്നു എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പെടാത്തവരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപുള്ള ഭീകരാക്രമണങ്ങളിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അന്നും കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അന്ന് ഓരോ ആളോട് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന സമീപനം ഉണ്ടായില്ല. ഇവിടെ ഓരോ ആളുടെയും മതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ കൊലപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഭീകരാക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഭീകരാക്രമണത്തിലൂടെ അത് നടത്തിയ ആളുകൾ എന്ത് ലക്ഷ്യം വെച്ചാലും ശരി, ഇന്ത്യയിൽ അത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ ഉതകുന്ന ഒരു നടപടിയെയും സർക്കാർ വെച്ചുപൊറിപ്പിക്കില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, ആ നിലപാടിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും BJPയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരനാണ് പ്രതികരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശക്തമായ തിരിച്ചടി സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തിയ കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ സുപ്രധാനമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. അതിനാൽ ഈ ഭീകരാക്രമണം നടത്തിയ, പ്രത്യേകിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളായി എത്തിയവരോട് മതം ചോദിച്ചതിന് ശേഷം അവരെ ഗൺ പോയിന്റിൽ നിർത്തി വെടിവെക്കുന്ന രീതിയിലുള്ള പഴയ 80കളിലും 90കളിലുമൊക്കെ ജമ്മു കാശ്മീരിൽ കണ്ടുവന്ന രീതിയിലുള്ള ഭീകരാക്രമണം, ആ ശൈലിയിലേക്ക് വീണ്ടും ജമ്മു കാശ്മീരിനെ കൊണ്ടുവരാൻ ഒരു കാരണവശാലും ഈ സർക്കാർ അനുവദിക്കില്ല എന്ന സന്ദേശം നൽകുന്ന രീതിയിലുള്ളൊരു തിരിച്ചടി സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകും എന്നാണിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V. മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചത്. കൃഷ്ണരാജ്.